ഹലോ, ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നിങ്ങൾ ഒരാളെ കാണിച്ചു തരാൻ മറന്നു പോയിട്ടോ. നമ്മുടെ നാടൻ പീച്ച് സുന്ദരിയാണ്. അപ്പോൾ പ്ലാന്റ്സ് കാറ്റലോഗിലുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷേ കുറച്ച് നാളായിട്ട് വേനൽ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. കാറ്റലോഗിൽ 120, 100 അങ്ങനെ എന്തോ റേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് വലിയ കവർ റോസാണ്. 150 റേറ്റ് വരുന്നത്, 150 രൂപ. അപ്പോൾ പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്നതാണ്. വലിയ പൂക്കളുള്ളതാണ്. ഇപ്പോൾ പ്ലാന്റ് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് എടുത്ത് പറയാൻ കാര്യം, എൻ്റെ സെയിൽ വീഡിയോയിൽ ലെങ്ത്ത് കൂടുമ്പോൾ ആളുകൾക്ക് കാണാൻ വളരെ അരോചകം ഉണ്ടെന്ന് എനിക്കറിയാം. കമൻസൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സെയിൽ വീഡിയോ ലെങ്ത്ത് കൂട്ടിയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് ഒരു 3 മിനിറ്റോളം ഞാൻ എൻ്റെ സെയിലിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞാൻ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഓരോരോ സംശയങ്ങൾ ചോദിച്ച് ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് സമയത്ത് റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ വഴിയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം സംശയങ്ങളൊന്നുമില്ല. അതിൽ കൊടുത്തേക്കുന്ന പ്ലാൻസ് സെലക്ട് ചെയ്യുന്നു, ഡയറക്റ്റ് ക്യാഷ് പേ ചെയ്യുന്നു, പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, വാട്സപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഇത് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും ചാറ്റ് കാര്യങ്ങൾ അങ്ങനെ ഏതു നേരം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് 20 ദിവസത്തിന് ഈ 20 ദിവസം നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അധിക സംശയങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ലെങ്ത്തുള്ള വീഡിയോ ഇടുമ്പോൾ സെയില് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്ക് വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഓരോ സെയിൽ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് അത് പറയുന്നത്. പിന്നെ ഓരോ ഫ്ലവേഴ്സ് കാണുമ്പോഴും എനിക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് അറിയാവുന്ന ഒരാളല്ല. ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത ആ ഫ്ലവർ ഭംഗി അല്ലെങ്കിൽ ആ പ്ലാന്റ് നല്ല ഭംഗിയിൽ കിട്ടും എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ഗാർഡൻ ഇരിക്കുന്നിടത്തില്ല. നമ്മൾ വലിയൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കുവാണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. കാരണം നല്ല ഭംഗിയിലിരിക്കുന്ന നല്ല സ്ഥലങ്ങളും കാര്യങ്ങളായിരിക്കാം. ഇതെൻ്റെ ഹോം ഗാർഡനാണ്. കുറച്ച് പരിമിതികളിലുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമാണ്, ഞാൻ കാണുന്ന രീതിയിൽ തന്നെ ആ ഫ്ലവർ ഭംഗിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ പൂക്കൾ കാണുമ്പോഴും എങ്ങനെയാണ് അതിരിക്കുന്നതെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വീഡിയോ ലെങ്ത് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ് ഓരോ പൂക്കൾ കാണുമ്പോഴും. എത്ര ഷൂട്ട് ചെയ്താലും കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന രീതിയിൽ അത് കിട്ടുന്നുണ്ടോ, ഇനി ഞാൻ എടുക്കുന്ന രീതിയിൽ അത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ഓരോ ഫ്ലവേഴ്സും പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാനിങ്ങനെ പൂവിൻ്റെ കളർ മാറും അങ്ങനെയൊക്കെ പറഞ്ഞതും അതുകൊണ്ടാണ്. കാരണം ഒരാൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചാൽ അതുപോലെ അല്ല എല്ലാവർക്കും കേട്ടോ. പല സംശയങ്ങളാണ്, നമ്മൾ വിചാരിക്കാത്ത സംശയങ്ങൾ വരെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ പീച്ച് റോസ് കണ്ടോ, ഞാൻ ഫോൺ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് ഈ ഒരു കളറ് കാണുന്നത്. അകത്തി വെക്കുമ്പോൾ വേറെ കളറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നവർ വരാം, നിങ്ങൾ ആ വീഡിയോയിൽ കാണിച്ച ലൈറ്റ് ഷെയ്ഡും ബ്രൈറ്റ് കളർ പീച്ചും എനിക്ക് വേണം എന്ന് ചോദിച്ചു വരുന്നതുണ്ടാവും. പക്ഷെ ഞാൻ വീഡിയോയിലാകെ ഒരു പ്ലാന്റേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ആരെയും മോശമാക്കി പറയുന്നതല്ല, അങ്ങനെ സംശയങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ആ സംശയമൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ ആയി പോകുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ല. സത്യം പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെയിൽ കൂടത്തേ ഉള്ളൂ. ഇത്രയും നേരമൊന്നും ആരും വീഡിയോ ഇരുന്ന് കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ കൊണ്ടാണ്. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ വാട്സപ്പ് ഹാങ് ആവും. ഈ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ ചിന്തിക്കും അതെങ്ങനെ ഹാങ് ആവുന്നതെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എന്നാണ്. എത്ര പേര് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുന്നുണ്ടെന്നറിയോ. അപ്പോൾ ഇത്രയും ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴത്തേക്കും ഫോൺ ഹാങ് ആവും. പിന്നെ എൻ്റെ അത്ര വിലയുള്ള വലിയ ഫോണൊന്നുമല്ല, ഒരു സാധാ ഫോണിലാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ്, ഇപ്പോൾ വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ പോലും നമ്മൾ കൈൻ മാസ്റ്റർ, പിക്സാർട്ട് അങ്ങനെ ഒരുപാട് ആപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റേതായ രീതിയിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇത് വരുമ്പോൾ സ്പേസ് ഇല്ലാണ്ടാവും, ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ലാണ്ടാവും, ഹാങ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാട്സപ്പിൽ കുറേ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസ് വരെ ഇടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ രണ്ടാമത്തെ ആളുകളോട് ഒന്ന് ഫോട്ടോസ് അയക്കുമോ എന്ന് വരെ ചോദിക്കാറുണ്ട്.
അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നത്. പിന്നെ അറിയാതെ ഞാൻ എന്തെങ്കിലും എൻ്റെ വർണ്ണനയിൽ അങ്ങോട്ട് മുഴുകി കുറേയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാനിനി ശ്രദ്ധിക്കാം, ലെങ്ത്ത് കുറക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു റോസ് 150 രൂപയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്ക് വേറൊരു റോസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വാങ്ങാൻ ആഗ്രഹമുള്ളവർ നോക്കുക. പിന്നെ നമ്മൾ വേറെ ഒരു കലാത്തിയ, നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള ഒരു കലാത്തിയയുടെ വലിയ കലാത്തിയ കേട്ടോ, അതും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ചെറിയ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. നല്ല ടൈം എടുത്താണ് അത്രയും സൈസൊക്കെ ആയി കിട്ടുള്ളൂ കലാത്തിയ. അപ്പോൾ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടി പോകുമെന്ന് ഓർത്തിട്ട് ഭയങ്കര സ്പീഡിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോൾ ശരിയെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പ്ലാൻസ് എന്നാണ് അയക്കുന്നതെന്ന് ചോദിച്ചോട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ജൂലൈ 2nd വീക്ക് തൊട്ടാണ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2nd വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പ്ലാൻസ് വരുന്നതല്ല. നമുക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഈ പാക്കിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത്ര പാക്കിംഗ് എന്നേ ഉള്ളൂ. നമുക്കിവിടെ മഴ തന്നെയാണ്. ഇനി മഴ നോക്കിയിരുന്ന ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇത്ര പാക്കിംഗ് എന്നുള്ളൂ. അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐഡി കിട്ടും. അപ്പോൾ ആ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 2 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കയ്യിൽ കിട്ടും കേട്ടോ.